നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രത്യേക ബൈഠക്ക് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ സമാപിച്ചത്. പ്രാന്ത പ്രചാരകം സഹപ്രചാരകരുമടക്കം 233 RSS പ്രചാരകർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. RSS സർസംഘചാലക് മോഹൻജി ഭഗവത്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളേജി, അങ്ങനെ നിരവധി പ്രമുഖരായ ആളുകൾ ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകി. അതായത് 100 വർഷം ശതാബ്ദി പൂർത്തിയാവുകയാണ്. ഇനി RSS എന്താണ് ചെയ്യേണ്ടത്? ഏത് രീതിയിലാണ് RSS പരിവർത്തനം നടത്തേണ്ടത്? അതായത് എല്ലാം ഒരു കാലഘട്ടത്തിനനുസരിച്ച് പരിവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആ ഒരു ഉന്നമനം ഉണ്ടാവുകയുള്ളൂ. ആ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ കൂടെ നിന്ന് എങ്ങനെ നമ്മുടെ രാജ്യത്തെ ഉയർത്താം, നമ്മുടെ രാജ്യത്തെ ഒരു ലോക നിലവാരത്തിലേക്ക് കൂടുതൽ ഉയർത്താം. ഇപ്പോൾ തന്നെ നമ്മൾ ലോക നിലവാരത്തിൽ തന്നെയാണ്, കൂടുതൽ ഉയർത്താം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ വിവിധ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് BJPക്ക് കൊടുക്കേണ്ട പിന്തുണ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി നിരത്തുന്ന തന്ത്രങ്ങളെക്കുറിച്ച് വിവിധ ഇടങ്ങളിൽ, അതുപോലെ കേരളം അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയെ ജനങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്നതിൽ, അതുപോലെ RSSന് സ്വാധീനം കുറഞ്ഞ മേഖലകളിൽ കൂടുതൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, അതുപോലെ BJPക്ക് സ്വാധീനം കുറഞ്ഞ രാഷ്ട്രീയ മേഖലകളിൽ കൂടുതൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. പ്രചാരക സംഘം പ്രത്യേകമായ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായ പരിപാടികൾ നടപ്പിലാക്കിയെടുക്കുകയും ചെയ്യും. കാരണം ഒരു രാജ്യത്തിന്റെ ഹൃദയമാണ്, ഒരു രാജ്യത്തിന്റെ ഹൃദയമിടിപ്പാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഇപ്പം പ്രിയങ്ക് ഖാർഗെ പറഞ്ഞതുപോലെ RSSനെ ഞങ്ങൾ നിരോധിച്ചു കളയും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് RSSനെ നിരോധിക്കുകയാണ് തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതുമാണ്. അപ്പം ഇത്രയും വലിയ രാഷ്ട്രീയമായ, സാമൂഹികമായ, സാംസ്കാരികമായ ഔന്നിത്യം പുലർത്തുന്ന ഒരു സംഘടനയെ, ലോകത്ത് 60 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു സംഘടനയെ എങ്ങനെ നിങ്ങൾ നിരോധിക്കുമെന്നാണ് പറയുന്നത്. കൃത്യമായി പ്ലാനിങ് ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. കഴിഞ്ഞ 100 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ അനവധിയാണ്. ഇന്ത്യയിൽ BJP ഭരണം നേടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരണം നേടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കൃത്യമായ പ്ലാനിങ് നടത്തിയത് നാഗ്പൂരിൽ നിന്നാണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രധാനപ്പെട്ട കാര്യാലയത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം കൂടുതൽ ഊർജം സമാഹരിച്ചുകൊണ്ട്, കൂടുതൽ ഊർജത്തോടെ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ പരിവർത്തന മനോഭാവത്തോടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സമാപിച്ച ബൈഠക്കിൽ ചർച്ചയായത്. കേരളത്തിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 233 പ്രധാനപ്പെട്ട പ്രചാരകന്മാരാണ്, പ്രാന്ത പ്രചാരകന്മാരും സഹപ്രചാരകരുമാണ് പങ്കെടുത്തത്. അതൊരു കൃത്യമായ, കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിന് പോയിരുന്നു. ആ മീറ്റിംഗിൽ ആദ്യം മുതൽ തന്നെ സമയക്രമത്തിലൊന്നും പാലിക്കാതെ, ഏതാണ് എന്ന് പോലും അറിയാൻ വയ്യാതെ ആരൊക്കെ ആ മീറ്റിങ്ങിന് വരും, ആരൊക്കെ ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കും, ആരൊക്കെയാണ് അതിന്റെ ഭാരവാഹികൾ എന്ന് പോലും കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാതെയാണ് സത്യം പറഞ്ഞാൽ ആ മീറ്റിംഗ് സംഘടിപ്പിക്കപ്പെട്ടത്. അത് ഭംഗിയായിട്ട് മീറ്റിംഗ് കഴിഞ്ഞു, എന്നാൽ പോലും ആ സമയക്രമത്തിലൊക്കെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷനുകൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, വന്നവർക്കും പോയവർക്കും പങ്കെടുത്തവർക്കും ഒക്കെ. RSSന്റെ ഒരു ചെറിയ ശാഖ തന്നെ നിങ്ങൾ നോക്കൂ, പോയിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ അറിയാവുന്നവർക്കറിയാം, എല്ലാത്തിനും കൃത്യമായ സമയക്രമം പാലിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ. 1 മണിക്കൂർ പരിപാടിയാണെങ്കിൽ 9 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞാൽ 9 മണിക്ക് തുടങ്ങിയിരിക്കും, 10 മണിക്ക് തീരും, ദേശീയഗാനത്തോടെ പ്രാർത്ഥനയോടെ അവസാനിക്കും. ഈ ഡൽഹിയിലെ ബൈഠക്കുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ദേശീയ മാധ്യമങ്ങളിലും നമുക്ക് കാണാം. എന്തായാലും അവിടെ നടന്ന കാര്യങ്ങൾ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഊർജ്ജത്തോടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നേറുക തന്നെയാണ്. അത് രാജ്യത്തിന്റെ പിൻബലമാണ്, രാജ്യത്തെ ജനങ്ങളുടെ ഒരു ശക്തിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇതിനെയൊക്കെ നിരോധിക്കും എന്ന് പറയുന്നത് കേട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.
ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.